ഞങ്ങളാ ഞാനേ ഇപ്പൊ കൊറേ വർഷമായില്ലേ ദുബായില്. പക്ഷെ ഞാൻ ഇതുവരെ എനിക്കുള്ള ഒരു റൂമിൽ പോലും ബാൽക്കണിയിൽ ഇരിക്കാറേയില്ല കേട്ടോ. പക്ഷെ ഇന്ന് നല്ല ക്ലൈമറ്റ് ആണ്. അപ്പൊ ഞാൻ ബാൽക്കണിയൊക്കെ ഒന്ന് ഒരുക്കി വൃത്തിയാക്കി. സാധാരണ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഡംപ് ചെയ്യാനാണ് ബാൽക്കണി യൂസ് ചെയ്യാറ്. പക്ഷെ എനിക്കിപ്പോ എന്തോ ബാൽക്കണിയിൽ ഇറങ്ങിയിരിക്കും നല്ലൊരു സുഖമുണ്ട് കേട്ടോ. ഞാൻ ഇരിക്കാറേയില്ലായിരുന്നു. ഇപ്പൊ ഇരുന്നപ്പോഴാണ് നല്ലൊരു സുഖം, നല്ല റിലാക്സ് ആവുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഞങ്ങൾ ഒരിക്കൽ ഐഷുവിന് കളിക്കാൻ ബർത്തിനാക്കി. സാധാരണ ഞാൻ ഇവിടെ തുണി വിരിച്ചിടുക, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ബക്കറ്റോ സാധനങ്ങളോ ഒക്കെ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് അങ്ങനെ ഇട്ടേക്കും, അല്ലെങ്കിൽ ചെടികൾ വെക്കും. ഇങ്ങോട്ട് വരത്തില്ല കൂടുതൽ നേരം. പക്ഷെ എന്തോ ഇന്ന് നല്ലൊരു മൂഡ്. ഇങ്ങനെ ഇരിക്കുമ്പോഴേ, ഈ ക്ലൈമറ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് ആയി നല്ല തണുപ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഞാനിങ്ങനെ എൻ്റെ പഴയ കുട്ടിക്കാലമൊക്കെ ഓർക്കും. ഞങ്ങളുടെ വെക്കേഷൻ ടൈമാണ് ഞാൻ ഈ ഓർക്കുക. ഇങ്ങനെ നല്ല രസം ഈ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ. ചൂടാണോ ചൂടല്ല, തണുപ്പാണോ തണുപ്പല്ല, അങ്ങനെ ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു ക്ലൈമറ്റിലായിരിക്കും ഞങ്ങൾക്ക് ഈ വെക്കേഷൻ വരിക. മഴ ഉണ്ടാവും ചില ദിവസങ്ങള്, പക്ഷെ കൂടുതൽ ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ആ ഒരു സമയത്ത് ചിലപ്പോ വല്ല കാലത്ത് ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലോട്ട് ഞങ്ങൾ അമ്മ കൊണ്ടുപോവേ, ചിലപ്പോൾ 2-3 ദിവസങ്ങൾ, ചിലപ്പോൾ കൂടിപ്പോയ ഒരാഴ്ച അങ്ങനെയൊക്കെ നിൽക്കാം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. നല്ല രസമുള്ളൊരു കാലഘട്ടമായിരുന്നു. ഒരു 5 വയസ്സൊക്കെ ഉള്ളപ്പോഴും കേട്ടോ. അപ്പോൾ ഞാൻ വെക്കേഷനൊക്കെ അങ്ങ് വരുമ്പോൾ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത്, അപ്പോൾ എൻ്റെ അമ്മ എന്നെ കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് 2-3 ദിവസം നിൽക്കാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു പ്രൈവറ്റ് ബസ് കയറിയിട്ട് വേണം ഞങ്ങൾക്ക് ടൗണിൽ പോകാൻ. ടൗണിൽ ചെന്നിട്ട് അമ്മയുടെ വീട്ടിലോട്ടുള്ള ബസ് എന്ന് പറഞ്ഞാൽ KSRTC മാത്രം ഓടുന്ന ഒരു റൂട്ടാണ്. അപ്പം ഞങ്ങൾ അവിടെ പോയി നിൽക്കുമ്പോൾ കുറേ പ്രൈവറ്റ് ബലുവ അമ്മയുടെ വീട്. അപ്പം ആലുവയ്ക്ക് പോകാനുള്ള, അപ്പം ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവേ, ആലുവ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം എനിക്ക് വായിക്കാനൊന്നും അറിയില്ല ബോർഡ്. അപ്പം ഞാൻ അമ്മ അടുത്ത് പറയും, അമ്മ ഇതേ ബസ് വിളിക്കണാണ്ടില്ലേ, നമുക്ക് പോവാന്ന് പറയും. അപ്പം അമ്മ ചോദിക്കും, അയ്യോ ആ ബസ്സിനല്ല നമുക്ക് പോകേണ്ട, KSRTC ബസ്സിനാണ്. അപ്പം എന്താണ് റീസൺ, ആ ബസ്സിന് പോയി എന്താ സംഭവിക്കാന്നൊന്നും അമ്മ പറയത്തില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും അതെന്താ അങ്ങനെ പോകാൻ പറ്റാത്ത, KSRTC ബസ്സാണെങ്കിൽ എത്ര നിന്നാലും വരത്തൂല്ല കേട്ടോ. കുറേ നേരം നിൽക്കണം KSRTCക്ക് വേണ്ടി. അപ്പം ഞാൻ പറയാം, അമ്മ പോവാ ബസ്സിന്. അപ്പം എൻ്റെ അമ്മ വീണ്ടും പറയും, ഇല്ല മോനെ അതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റത്തില്ല, അതിനകത്തല്ല പോണ്ടേ എന്ന് പറയും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ കുറച്ച് പേരുതൊക്കെ കേട്ടോ, 8ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുന്ന സമയമാണ്. 8ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ അമ്മയുടെ വീട്ടിലെ അമ്മ. അപ്പം ഞാൻ അങ്ങോട്ട് പോകണം എനിക്ക്. അപ്പം KSRTC ബസ് വന്നിട്ടില്ല. കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്യണം. അന്ന് ഞാൻ വിചാരിച്ചെന്ന പ്രൈവറ്റ് ബസ് വന്നിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, ആലുവ. അപ്പം ഞാൻ വിചാരിച്ചെന്നാ ആലുവ ബസ് ആണല്ലോ, അതിനകത്തോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങോട്ട് കയറി കേട്ടോ. കയറി കഴിഞ്ഞ് ആ ബസ് വേറെ റൂട്ടിലാണ് പോകുന്നത്. എന്നിട്ട് എനിക്ക് തിരിച്ചു വരാൻ അറിയില്ല. എന്നിട്ട് എനിക്ക് മനസ്സിലായി ബസ്സൊക്കെ വേറെ റൂട്ടിലാണ് പോകുന്നതെന്ന്. എന്നിട്ട് ഞാൻ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് എൻ്റെ അമ്മയുടെ വീട്ടിലോട്ട് പോയി. അന്ന് ഫോൺ. അപ്പം വെക്കേഷൻ എന്താ ക്ലാസ്സിന് പോയതാ. അന്നേരം ഞാൻ വിളിച്ചു, അമ്മ എനിക്ക് വഴി മാറി പോയിട്ടുണ്ട്. അപ്പം പറഞ്ഞു ഓട്ടോ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അങ്ങനെ ഓട്ടോ വിളിച്ച് വന്നത് എന്നെ നല്ല ചീത്ത പറഞ്ഞവർക്ക് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഓർക്കുക. 5 വയസ്സൊക്കെ ഉള്ള സമയത്തെന്ന് പറഞ്ഞാൽ അമ്മ ഇങ്ങനെ നല്ല സാരിയൊക്കെ കൊടുത്ത്, എപ്പോഴും എൻ്റെ അമ്മ സാരി കൊടുക്കാറ്. അപ്പം ഞാനിങ്ങനെ സാരിയുടെ തുമ്പിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകും. അമ്മയുടെ ആ ഒരു സ്റ്റോപ്പ്, അമ്മയുടെ ആ നാട്ടിലായിട്ടുള്ള ആ സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറേ നടക്കണം ഞങ്ങൾക്ക് വീട്ടിലോട്ട്. അപ്പം അങ്ങനെ നടക്കുന്ന വഴി മൊത്തം ചെറിയ ഇങ്ങനെ ഓല മേഞ്ഞ ചെറിയ കടകളും പീടികകൾ എന്നൊക്കെ പറയാമെന്ന്. അപ്പോൾ പീടികകളൊക്കെ ഉണ്ട്, അതുപോലെ ചെറിയ കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. സ്റ്റേഷനറി എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള പോലെ വലിയ മോള് പോലത്തെ ചെറിയ കടകളുണ്ടല്ലോ, എന്താ മാർട്ട് പോലത്തെ ചെറിയ കടകളൊക്കെ തരുമോ? ഇല്ലേ, അങ്ങനെ പഠിച്ചില്ല എന്ന് പറയാൻ. നീ തിന്ന് തരുവോ? തിന്നോ മുട്ടായി. പനങ്കൽ കണ്ടോ കേട്ടോ. നിങ്ങൾ നോക്കി ഇങ്ങോട്ട്
ഒരു ഉമ്മ തരുവോ? അയ്യോ അമ്മയ്ക്കൊരു ഉമ്മ. നല്ല മൂടാണ്. അപ്പൊ അമ്മ സാരി ഉടുക്കാൻ ഇപ്പോഴും ഞാൻ കാണുമ്പോഴെല്ലാം എൻ്റെ അമ്മ സാരി ഉടുക്കാം. അപ്പൊ ഞാൻ ഈ സാരിയുടെ തുമ്പിൽ പിടിച്ചിട്ട്, അത് ഓയിൽ സാരിയാണേ, നല്ല രസാ. ഇപ്പൊ ഞാൻ അത് ഓർക്കുമ്പോ എങ്ങനെയാണോ അമ്മ അതൊക്കെ ഉടുക്കാൻ പഠിച്ചത്, നല്ല വൃത്തിയായിട്ട് ഉടുക്കുമായിരുന്നേ. അന്ന് മിണ്ടാതിരുന്ന ഒരു കാന്താരി മോള്. ഇനി മിണ്ടല്ലേ പൊന്നെ. അന്നേരം ഞാൻ അതിന്റെ തുമ്പയിൽ ഇങ്ങനെ പിടിച്ചോണ്ട് പോവും. നല്ല തിരക്കുള്ള KSRTC ബസ്സായിരിക്കും. അതൊക്കെ ഇറങ്ങി ഞങ്ങൾ താനെ രണ്ടുപേരും കൂടി ചെറു വെയിലൊക്കെ ഉണ്ടാവും. ആ വെയിലൊക്കെ കൊണ്ട് ഞങ്ങളിങ്ങനെ നടന്ന് ഇങ്ങനെ പോവും. അപ്പൊ ആ ജംഗ്ഷനിൽ കയറി ചിലപ്പോൾ എന്തെങ്കിലും പലഹാരമൊക്കെ മേടിക്കും, 1-2 പലഹാരോ അല്ലെങ്കിൽ ബിസ്ക്കറ്റൊക്കെ മേടിക്കും. കാരണം അവിടെ അമ്മൂമ്മയുണ്ട്. അപ്പൊ അമ്മൂമ്മയ്ക്ക് കൊടുക്കാനായിട്ട് അവിടെ നായരുടെ പീടിക എന്നൊക്കെ പറയുന്ന കടയുണ്ട്. ഇപ്പത്തെ പോലെ മാർട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ എല്ലാ ജംഗ്ഷനിലും ചെറിയ ചെറിയ മാർട്ടുകൾ ഉണ്ടാവുമല്ലോ, മിനി മാർട്ട് എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനത്തെ മാർട്ടുകളൊന്നും അന്നത്തെ കാലത്തില്ല. ചെറിയ പീടികകള്, പെട്ടിക്കടകള്, അങ്ങനെയൊക്കെയാ. മാടക്കട എന്നൊക്കെ പറയില്ലേ, അതുപോലെ. പിന്നെ മുറുക്കാൻ കടകള്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നടന്ന് വരുമ്പോൾ അപ്പുറത്തും വീടുകളാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ അടുത്ത് വിശേഷം ചോദിക്കും. നമ്മളവിടെ എപ്പോഴും വരുന്നവരല്ലല്ലോ. അപ്പൊ ചോദിക്കും എന്തേ വന്നേന്ന് ചോദിക്കും. അതുപോലെ എത്ര ദിവസം ഉണ്ടാവും എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞങ്ങൾ പറയും ചിലപ്പോൾ 2 ദിവസം ഉണ്ടാവും എന്നൊക്കെ പറയാം അമ്മ. അപ്പൊ ഞാനിങ്ങനെ, എനിക്കന്ന് ചെറിയ ഷൈയാ, ഞാൻ ഭയങ്കര ഷൈയാ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ അമ്മയുടെ സാരിയുടെ തുമ്പിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കും. അങ്ങനെ എന്നിട്ട് എന്നോട് ചോദിക്കും, എന്തെങ്കിലുമൊക്കെ ചോദിക്കും. പക്ഷെ ഞാൻ ഒന്നും മിണ്ടത്തില്ല. എന്നിട്ട് അമ്മയുടെ കൂടെ ഇങ്ങനെ പതുക്കെ ഞങ്ങൾ നടന്നു വരും. അപ്പൊ ആ വരണ വഴിക്കൊക്കെ കുറച്ച് തേങ്ങയോ അല്ലെങ്കിൽ മാങ്ങയൊക്കെ ഉണ്ടാവും. അപ്പൊ ഞങ്ങളതൊക്കെ എടുത്തിട്ട് വരും, പറിച്ചിട്ട് വരും. എന്നിട്ട് അതിന്റെ സൈഡിൽ അമ്മയുടെ വീടിന്റെ വഴിയിലെത്താറാവുമ്പോൾ ഒരു കനാൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അതിന്റെ കനാലിന്റെ തിണ്ടയ്ക്ക് കുറെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. തിട്ടയ്ക്ക് കുറെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവിടെ ഈ മൺകല ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്നു, അവിടെ താമസിക്കുകയും ചെയ്യണം. അങ്ങനെയൊക്കെയാ. അപ്പൊ മൺകല ഉണ്ടാക്കുന്നവര്. അപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. കാരണം ആ മണ്ണിന്റെ മണവും കാര്യങ്ങളും. പിന്നെ അത് മാത്രല്ല, ചെറിയൊരു എന്താ പറയാ, കനാല ഇങ്ങനെ പൊക്കത്തിൽ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കിടന്നിട്ട് വെള്ളം ഇങ്ങനെ എപ്പോഴും പോകണ്ടാവും. അവിടെ വെള്ളം ഉണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ അവിടെ പോയിട്ട് തുണിയെല്ലാം കഴുകും. വെള്ളം ഇല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ചുകൂടെ അകത്തോട്ട് പോകുമ്പോൾ ഒരു തോടൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ എന്നെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മയുടെ വീട്ടിൽ നിന്നാണ് അമ്മാവനുണ്ട്, അമ്മയുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. പിന്നെ അമ്മയുടെ അച്ഛൻ്റെ അപ്പൂപ്പൻ, അതായത് അമ്മയും അച്ഛനും ഉണ്ട്. അതായത് അപ്പൂപ്പനും അമ്മൂമ്മയെന്ന് ഞാൻ അവരെയാണ് വിളിക്കുന്നത്. കാരണം ഞാൻ അന്ന് ചെറുതാണെങ്കിലും ഞാൻ നോക്കുമ്പോണ്ട് ഇവർക്ക് ആർക്കും പ്രായമില്ല. എൻ്റെ അമ്മയുടെ അച്ഛന് അമ്മയ്ക്കൊന്നും വലിയ പ്രായമില്ല. അപ്പം ഞാൻ അവരെല്ലാം പേരെടുത്തിട്ട് അച്ഛ അമ്മയെന്ന് തന്നെ വിളിക്കുക. അതായത് എൻ്റെ അമ്മ എന്താണോ വിളിക്കുന്നത് അത് തന്നെ വിളിക്കുക. പക്ഷെ അമ്മയുടെ അപ്പൂപ്പനെ അമ്മൂമ്മയുടെ അമ്മൂമ്മേനെ ഞാൻ അമ്മൂമ്മ അപ്പൂപ്പ അങ്ങനെ വിളിക്കാം. മുടിയൊക്കെ നരച്ചിട്ടുള്ള അമ്മൂമ്മ, നിറച്ച് ഇങ്ങനെ സായിപ്പന്മാര് കൂട്ട് മുടി മൊത്തം നരച്ച അമ്മൂമ്മയാട്ടോ. ഇത്തിരി കൂനൊക്കെ ഉണ്ട്. അമ്മൂമ്മ ഇവിടെ വീണിട്ട് കൈ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ കൈ ഇവിടെ ഇങ്ങനെ ഒടിഞ്ഞിട്ടുണ്ട് അമ്മൂമ്മയ്ക്ക്. അപ്പൊ അമ്മൂമ്മയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന അമ്മൂമ്മ. പിന്നെ അമ്മൂമ്മ കുറേ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുണ്ടായിരുന്നു, കുറേ കോഴിക്കുഞ്ഞുങ്ങള്. അതും കോഴിക്കൂടൊന്നും ഉണ്ടാക്കിയിട്ടല്ല കേട്ടോ, ഇങ്ങനെ എന്താ പറയാ, കല്ലൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് എന്തോ ഒരു തരത്തിലൊരു കൂട്, അതിനകത്ത് ഇങ്ങനെ ഒരു തുറന്നു കഴിയുമ്പോൾ നിറച്ച് കോഴികള്, വലിയ കോഴികള്, കറുത്ത കരിങ്കോഴിയില്ലേ അത്, പിന്നെ ചെറിയ കുട്ടി കോഴികൾ. അപ്പൊ ഞാൻ പറയാം അമ്മമ്മേ ഒരെണ്ണം തരണം കേട്ടോ, ഞാൻ പോകുമ്പോ എനിക്ക് ഒരെണ്ണം തന്നു വിടണേന്ന് പറയും. അങ്ങനെ ഒരു ദിവസം തന്നു വിട്ടിട്ടോ. കുറേ കെഞ്ചി ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന പാടെ ആ കോഴീടെ അടുത്ത് നല്ല ഭയങ്കരമായിട്ട് നോക്കണമല്ലോ, നോക്കിയിട്ട് വേണം വലുതാക്കിയിട്ട്. എനിക്ക് ഒരുപാട് ഡ്രീംസ് ഒക്കെയാ, വലുതാക്കിയിട്ട് കുറേ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവണം, അങ്ങനെയൊക്കെ ആഗ്രഹം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഡെയിലി കോഴീനെ പിടിച്ചെടുത്ത് കുളിപ്പിക്കും. കുളിപ്പിച്ചെടുത്ത് ചത്തു കേട്ടോ. ഇല്ല, അന്ന് അനിയത്തിയില്ല. എന്നേക്കായും അനിയത്തി ഒരുപാട് വയസ്സിന് ഇളയതാ, 9 വയസ്സിന് ഇളയതാ. അപ്പൊ അവളില്ല ആ സമയത്തൊന്നും. അമ്മേ അമ്മയുടെ പൊന്നെന്തേ? അമ്മോന് ഇവിടെ ഇരിക്കേ, അമ്മ കഥ പറയാം. അങ്ങനെ കേട്ടോ. അപ്പം
ഞങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും തമ്മിൽ മുന്നാൾ അത്രയധികം കുറേ നേരം സംസാരിച്ചിരുന്ന അവർ തമ്മിൽ അടിയാവും. അതുകൊണ്ട് വലിയ സംസാരമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു രീതിയാണ്. അമ്മാവൻ എന്ന് പറഞ്ഞാൽ അമ്മാവൻ കല്യാണം കഴിച്ചിട്ടില്ല, അപ്പം അമ്മാവൻ വീട്ടിലുണ്ടാവും എപ്പോഴും. പിന്നെ അമ്മയുടെ അച്ഛൻ, അവർക്ക് രണ്ടുപേർക്ക്, അമ്മയുടെ അമ്മയ്ക്കും അച്ഛനും, അതായത് ഞാൻ അവരെ അമ്മയെന്നാ വിളിക്കുക, അമ്മയും അച്ഛനും അങ്ങനെ തന്നെയാണ് വിളിക്കല്. അപ്പൊ അവര് രണ്ടുപേരും കൃഷിപ്പണിയാ, അപ്പൊ അതൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ ചില സമയത്ത് ഞങ്ങളെയും കൂടി കൊണ്ടുപോകും. ചില സമയത്ത് കൊണ്ടുപോയി ഞാൻ എൻ്റെ അമ്മ പറയും, അയ്യോ എൻ്റെ മോളെ വെയിൽ വിളിക്കാൻ വേണ്ടി കൊണ്ടുപോയില്ലേ എന്ന് പറഞ്ഞാൽ അതായത് എൻ്റെ അമ്മയുടെ അച്ഛനെ അമ്മേനെ ചീത്ത പറയും, എൻ്റെ കുഞ്ഞിനെ വെയിൽ വിളിക്കാൻ നിങ്ങൾ കൊണ്ടുപോയില്ലേ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് എന്നോട് പറയോ, നീ വന്ന് നിന്റെ അമ്മ ഞങ്ങളെ ചീത്ത പറയും എന്ന് പറയും കേട്ടോ. എന്നാലും ഞാൻ അവരുടെ കൂടെ പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഞങ്ങൾ സിറ്റി ലൈഫിലാണ് ജീവിക്കണേ. അപ്പൊ ഞങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതവും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വെയിലൊക്കെ കൊണ്ട് നടക്കുന്നു എന്നുള്ള ചിന്ത അന്നില്ല, അല്ലെങ്കിൽ കറുത്തു അങ്ങനെ ഒരു ചിന്തയില്ല. ഞാൻ ചെറുപ്പത്തിൽ നല്ല വെളുത്ത് നല്ല തടിച്ചൊരു കുഞ്ഞാ, എന്നാലും ഞാൻ അതിൻ്റെ കൂടെയൊക്കെ അങ്ങ് പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു തോടുണ്ടെന്ന്, ആ തോട്ടിലൊക്കെ കൊണ്ടുപോകും അവർ. പൂമ അലക്കാൻ പോകുമ്പോഴൊക്കെ ഞങ്ങളങ്ങ് പോവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാം കാണാം. അവിടെ എല്ലാവരും കുളിക്കുകയും നീന്തുകയൊക്കെ ചെയ്യുമ്പോൾ എന്നെ കരയപ്പുറം ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. എന്നോട് പറയും, നീ പുറത്തിറങ്ങണ്ട, നീ വെള്ളത്തിലിറങ്ങണ്ട, കാരണം നിന്റെ അമ്മനെ ചീത്ത പറയും, വെള്ളത്തിലിറങ്ങി വല്ല പനിയും പിടിച്ചാ എന്ന് പറയും. എന്നിട്ട് ഞാൻ ആ കരയപ്പുറം നിന്നിട്ട് ഇങ്ങനെ നോക്കും. ആരുമില്ലെങ്കിൽ ഞങ്ങൾ അമ്മൂമ്മയും ഞാനും കൂടി ഇങ്ങനെ തുണി വെച്ചിട്ട് ഇങ്ങനെ മീൻ പിടിക്കും. ചിലപ്പോൾ മീൻ കിട്ടും. മീൻ കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ ഒരു കുപ്പിയിലിട്ടിട്ട് ഞങ്ങളിങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് അവിടെ വെച്ചേക്കും കേട്ടോ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ചത്തുപോകും, എന്നാലും ഒരു രസം. പിന്നെ അങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ആമേനെ കിട്ടും. അപ്പോൾ ആമേനെ കിട്ടുന്ന സമയത്ത് ഞങ്ങൾ അതിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ വീട്ടിലൊരു കിണറുണ്ട്, ആ കിണറ്റിലിടും. ഞങ്ങളുടെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എൻ്റെ വീട്ടിൽ, ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിലാണല്ലോ നിൽക്കണം. അച്ഛൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ കിണറൊന്നുമില്ല. അപ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. കിണറ്റിൽ വെള്ളം ഇങ്ങനെ കപ്പിയും കയറും അങ്ങോട്ടാ പറയാ അതിനല്ലോ. ആ ഒരു ബക്കറ്റില്ലേ, ആ ബക്കറ്റ് ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ ശബ്ദം കേൾക്കണം ഭയങ്കര ഇഷ്ടമാണ്. ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ കോരും. അപ്പോൾ എന്നെ ചീത്ത പറയും കേട്ടോ, കാരണം കുട്ടികളൊക്കെ അങ്ങനെ കോരിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് കാലിട്ടി വീഴാൻ ചാൻസ് ഉണ്ട്. കാരണം കിണറിൻ്റെ തിട്ടൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിലും അവിടെ ഇങ്ങനെ തെന്നും, സിമെൻറ്റ് വെച്ച് കെട്ടിയിട്ടുണ്ട്, ഇങ്ങനെ പായൽ പിടിച്ച് ഇങ്ങനെ കിടക്കായിരിക്കും. അപ്പോൾ വെള്ളം വീഴുമ്പോൾ തെന്നി അങ്ങോട്ട് വീണു പോയാലോ അതൊക്കെ പറഞ്ഞാൽ ചീത്ത പറയും. എന്നാലും ഞാൻ അതൊക്കെ ചെയ്യും. കുരുത്തക്കേടല്ലേ ഭയങ്കര. ഇപ്പോഴത്തെ പിള്ളേരോട് എനിക്ക് ഭയങ്കര അസൂയാന്ന് പറഞ്ഞാൽ, അവർക്ക് ഈ കുഞ്ഞു മക്കൾക്ക് ഭയങ്കര എനർജി ആയിരിക്കും, ഭയങ്കര എനർജി. എന്തുമ്പോൾ ചാടി പിടിച്ച് കയറാനൊക്കെ ഭയങ്കര ഒരു എനർജിയാണ്. എനിക്ക് ആയുഷുവിനെ കാണുമ്പോൾ എനിക്ക് ഏറ്റവും അസൂയ തോന്നുന്നു അതാ. കണ്ട 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 അമ്മ പൊന്നേ. ഓ കുരുത്തക്കേടേ എനിക്ക് കുരുത്തക്കേട്. അവിടെ കയറി നിന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താന്ന് അറിയാനല്ലേ. ഉമ്മ തന്നിട്ട് എന്തിനാന്നറിയാമ്മ, ഇവിടെ കയറി നിന്നിട്ട് എൻ്റെ മേത്ത് കയറിയിട്ട് നിന്ന് നോക്കണം അതിൻ്റെ അപ്പുറത്ത് എന്തോന്ന് അറിയാനുള്ളൊരു ഒരു ശുഷ്കാന്തി. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ ചെന്ന് ഈ പലഹാരമൊക്കെ എടുത്ത് കൊടുക്കും, എല്ലാവരും കഴുകി പാത്രത്തിലൊക്കെ ഇട്ട്. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മ അപ്പോൾ ചായയൊക്കെ അനത്തി തരുവേ. ചിലപ്പോൾ പാൽ ചായ ആയിരിക്കും, മിക്കപ്പോഴും കട്ടൻ ചായ ആയിരിക്കും. കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ടാണല്ലോ വരിക. അപ്പോൾ വിളിച്ചു പറഞ്ഞിട്ട് വരാനുള്ള സംഗതിയൊന്നുമില്ല. അന്ന് മൊബൈൽ ഫോണുള്ള കാലഘട്ടമല്ല, ലാൻഡ് ഫോണുള്ള കാലഘട്ടം. അപ്പോൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തൊരു വലിയ വീടുണ്ട്, ആ വീട്ടിൽ മാത്രമേ ഫോണുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞാൻ ഇന്ന സമയത്ത് വിളിക്കും എന്ന് പറയും. അപ്പോൾ ഇവിടെ നിന്ന് ആരെങ്കിലും അവിടെ വന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ കിട്ടും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണത്. അപ്പോൾ വിളിച്ചു പറയേണ്ട വരിക ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. കട്ടൻ ചായ അനത്തി തരും. ഞങ്ങൾ കൊണ്ടുവരുന്ന പലഹാരമൊക്കെ എടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടി വട്ടം കൂടിയിരുന്നതൊക്കെ കഴിക്കും. അത് കഴിഞ്ഞ് ചിലപ്പോൾ അപ്പൂപ്പനെ അവിടെ ഉണ്ടെങ്കിൽ പറഞ്ഞു വിട്ട് എന്തെങ്കിലും മേടിപ്പിക്കും, മീനോ ഇറച്ചി എന്തെങ്കിലും മേടിക്കും ഞങ്ങൾ വന്നതുകൊണ്ട്. അല്ലെങ്കിൽ പച്ചക്കറി എന്തെങ്കിലും ഉണ്ടാവും, അതും വെച്ചിട്ട് ഞങ്ങൾ കഴിക്കും.
ചോറൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് തരും, ഞങ്ങൾ അതൊക്കെ കഴിക്കും. രാത്രിയാകുമ്പോൾ എന്തായാലും ചിക്കൻ എന്തെങ്കിലുമൊക്കെ മേടിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം മേടിച്ച് കഴിക്കും. 1 കിലോ എന്തോ മേടിക്കത്തുള്ളൂ. അപ്പോൾ കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കണ്ട, ആ കറിക്കൊക്കെ എന്തൊരു രുചിയായിരുന്നു എന്നറിയാവോ. ഉരുളൻ കിഴങ്ങും സവാളയൊക്കെ കുറച്ച് അധികം ഇടും, എല്ലാവരും ഉള്ളതല്ലേ, അപ്പോൾ എല്ലാവർക്കും കൂടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അച്ഛനും കൂടി വരും വൈകുന്നേരം ആകുമ്പോൾ, രാത്രിയാകുമ്പോൾ ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും വരും. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും. അപ്പം ഞങ്ങളുള്ളതുകൊണ്ട് അവിടെ ആകെ 2-3 മുറിയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു മുറി ഒഴിപ്പിച്ചിട്ട് തരും. അപ്പോൾ ഞങ്ങൾ ആ റൂമിൽ പോയി കിടക്കും. അച്ഛനും അമ്മയും ഞാനും കൂടി. കട്ടിലൊന്നുമില്ല കേട്ടോ, നിലത്ത് ഇങ്ങനെ വിരിച്ചിട്ടാണ് കിടക്കുക. ഞങ്ങൾ 3 പേരും നിരന്ന് കിടക്കും. തലങ്ങണിയില്ല, ഞങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷയോ അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥിരം നിൽക്കാറില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് തലങ്ങണിയൊന്നും ഉണ്ടാവില്ല. ഞങ്ങളിങ്ങനെ കൈ ഇങ്ങനെ തലക്ക് വെച്ചിട്ട്, എനിക്കത് ഒട്ടും കംഫർട്ടബിൾ അല്ല. എനിക്കിങ്ങനെ തലങ്ങണ വെച്ചിട്ട് കിടക്കണ ഇഷ്ടം. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയല്ലേ കിടക്കാം. കുറേ വഴുകും അവിടെ കിടന്നു കഴിഞ്ഞാൽ, വൈകും. കുറേ വൈകും ഞാൻ അവിടെ കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ കേട്ടോ. കാരണം അവിടെ ചീവീടിന്റെ ഒക്കെ ഇങ്ങനെ കരച്ചില്ല. പൊന്നെ ഇതൊന്ന് പറഞ്ഞോട്ടെ അമ്മ ഒന്ന് പറഞ്ഞു തീത്തോട്ടെ ഇത് അമ്മ തന്നതല്ലേ തീത്തോട്ടെ അമ്മ. എനിക്ക് വേണ്ടല്ലോ ഇത്, എനിക്ക് വേണം. പണ്ണല്ലേ കൊണ്ട് തോറ്റല്ലോ ഞാൻ. ഒന്ന് പോട്ടെ നീ പോട്ടെ. ഒരു ഉമ്മ തന്നാ ഇത് തുറന്നാണ്. ഐശുവിന് കൂട്ടില്ലാത്തോണ്ട് എന്റെ കൂടെയാണ് ഐശു കൂടുന്നത്. ഐശു ഞാൻ അങ്ങനെ കൂട്ടുകാരിയായിട്ട് കണ്ടേക്കുവാണ്. എന്നെ കൂട്ടുകാരിയായിട്ട് കണ്ടേക്കുന്നു. കൂട്ടുകാരിയായിട്ട് കണ്ടേക്കുന്ന എങ്ങനെയാണോ? അയ്യേ അയ്യോ എന്നെ കേട്ടോ കൂട്ടുകാരിയായിട്ട് കണ്ടേണേ. കാരണം കൂട്ടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി താങ്ങി നടക്കും. വീഴരുത് കേട്ടോ. അപ്പുറം എന്താന്ന് കാണണം. അതിനു വേണ്ടി പൊക്കമില്ലല്ലോ, ചെറുതല്ലേ. അപ്പൊ ഈ മതിലിന്റെ അപ്പുറത്ത് എന്താന്ന് കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാ. ദേ ആകാശമൊക്കെ ഉണ്ടോ, അവിടെ കാക്കയുണ്ട്. ദേ അമ്പിളിമാവൻ ഓടി പോകുന്നുണ്ടോ? അതൊന്നും കാണണ്ട, ഇതിനകത്ത് അപ്പുറത്ത് എന്താന്ന് അറിഞ്ഞാൽ മതി. അങ്ങനെ കേട്ടോ. എന്നിട്ട് രാത്രി കിടന്ന് ഞങ്ങൾ അവിടെ കിടന്ന് അങ്ങ് ഉറങ്ങും സുഖമായിട്ട്. ചീവീടിന്റെ കരച്ചിലും. പിന്നെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, ഒരു ദേവിയുടെ അമ്പലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വെളുപ്പിനൊരു 3:30-4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പാട്ട് കേൾക്കും. അല്ല 4:30. അവിടെ 4:30 ആകുമ്പോ അപ്പൊ രാവിലെ തന്നെ ഇങ്ങനെ പാട്ടിടും. എന്താ പാട്ട് ഞാൻ ഓർക്കണില്ല. കൗസല്യ പ്രജ, അതാണ്. അത് കേട്ട് ഞാൻ എണീക്കും. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ. അവിടെ ആകുമ്പോൾ ഞാൻ നേരത്തെ എണീക്കും. നല്ല രസമാണ്. അപ്പോൾ ഞാൻ എണിച്ച് ചെന്ന് കഴിഞ്ഞ് പല്ലേക്കണമല്ലോ. പല്ലേക്കും ബ്രഷ് കൊണ്ടൊന്നല്ലായിരിക്കും പോയിട്ടുണ്ടാവാം. അപ്പോൾ പ്ലാവിലെ എന്തെങ്കിലുമൊക്കെ ഒടിച്ചിട്ട് അല്ലെങ്കിൽ മാവിൻ്റെ ഒക്കെ എല്ലാം ഒടിച്ചിട്ട് ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ ഉരയ്ക്കും. എന്നിട്ട് ഒരു നാര് പോലെ ആവുമല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ പല്ല് തേക്കും. അല്ലെങ്കിൽ കരി ഉണ്ടാവും, അത് വെച്ച് പല്ല് തേക്കും. അല്ലെങ്കിൽ ഉമ്മിക്കരി ഉണ്ടാവും, അത് വെച്ചിട്ട് പല്ല് തേക്കും. പല്ലൊക്കെ തേച്ച് കൈ കഴുകാൻ വരുമ്പോൾ കിണറ്റിൽ വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ. ആരെങ്കിലൊക്കെ കോരി ഒഴിച്ച് തരും. എന്നിട്ട് ഞാൻ അതൊക്കെ വെച്ച് മുഖമൊക്കെ കഴുകും. അത് കഴിഞ്ഞ് അച്ഛനൊരു 8 മണിയൊക്കെ ആകുമ്പോൾ പോവും. അത് കഴിഞ്ഞ് അപ്പൂപ്പൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൂപ്പൻ ഞങ്ങൾക്ക് പുറത്തുനിന്ന് കടയിൽ നിന്ന് പുട്ടും പപ്പടവും പയറും മേടിച്ചിട്ട് തരും. ഇങ്ങനെ ഇലയിലൊക്കെ പൊതിഞ്ഞൊരു പൊതി. അത് മേടിച്ചിട്ട് ഞാനും അമ്മൂമ്മയും കൂടി ഇരുന്ന് കഴിക്കും കേട്ടോ. ബാക്കി എല്ലാവരും ചോറൊക്കെ കഴിക്കും. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇത് പാപ്പം കഴിക്കും. എന്നിട്ട് പിന്നെ അമ്മൂമ്മ ഒരു 8-9 മണിയൊക്കെ ആകുമ്പോൾ വെയിൽ കായാൻ പോവും. പ്രായമുള്ളവരല്ലേ, അപ്പോൾ അങ്ങനെ പോണതിൻ്റെ പുറകെ ഞാൻ പോവും. അപ്പോൾ ഈ കോഴീനെ കാട്ടി തളിച്ച് ഇങ്ങനെ വിട്ടിട്ടുണ്ടാവും. അമ്മൂമ്മ അതിനൊക്കെ ഇങ്ങനെ നോക്കി ആ ഗ്രൗണ്ടിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കും. അപ്പോൾ ഞാനും പോവും. അവിടെയൊക്കെ കശുമാവൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ പറക്കും. പിന്നെ പുളി പറക്കും, അതുപോലെ മാങ്ങ പറക്കും. അങ്ങനെ ഒരുപാട് പറമ്പൊക്കെ ഉണ്ട് അവിടെ. അപ്പം അതെല്ലാം പറക്കിക്കൊണ്ട് ഞങ്ങൾ നടക്കും. അത് ഞങ്ങളൊരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിലോട്ട് വരും, ചോറ് കഴിക്കും. അപ്പോഴത്തേക്ക് എനിക്ക് കുറെ കൂട്ടുകാരുണ്ട് അവിടെ. എൻ്റെ പ്രായത്തിലുള്ള ആരുമില്ല, കുറച്ചുകൂടെ വലിയത് പിന്നെ ചെറിയത് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും അവിടെ പോയിന്ന് കളിക്കും. ക്രിക്കറ്റൊക്കെ അവർ കളിക്കും. അപ്പം എനിക്ക് ആ കളിയൊന്നും അറിയത്തില്ല. പിന്നെ എന്താ പറയുക, ഈ ഒരു പോലത്തൊരു സാധനം വെച്ചിട്ട് രാശിക്ക് കളിക്കുമോ, അങ്ങനെ തട്ടി കളിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ. മണ്ണിൽ ഇങ്ങനെ വെച്ചിട്ട് അടിച്ച് കളിക്കുന്നത്, എന്താ അതിനെ പറയാ, സെവൻസ് എന്ന് പറയാ.
അങ്ങനത്തെ ഒരു കളിയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ കണ്ടു നിൽക്കും. പിന്നെ പന്ത് ഉണ്ടാക്കി തരാ, വാച്ച് ഉണ്ടാക്കി തരാ, മോതിരം ഉണ്ടാക്കി തരാ, പിന്നെ തലപ്പാവ് ഉണ്ടാക്കി തരാ, അതൊക്കെ ചെയ്യൂട്ടോ അമ്മൂമ്മ. എനിക്ക് നല്ല രസമായിട്ട് തോന്നാറുണ്ട്. ഇപ്പൊ എനിക്ക് ആലോചിക്കും അതൊക്കെ ഭയങ്കര മിസ്സിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. 70s കളിക്കാന്നല്ലേ. ഞാൻ കളിക്കാൻ കൂടത്തില്ല, എനിക്ക് അറിയത്തില്ല. അതിങ്ങനെ വെച്ചിട്ട് അടിക്കുമ്പോ കൈയുടെ ഇവിടെ കൊള്ളും. ഞാൻ എന്താന്ന് വെച്ചാൽ അതിനകത്ത് 1-2 എടുക്കും. കാരണം ഒരു ഉണ്ട ഗോലി അപ്പൊ അതൊക്കെ കളിക്കുന്ന കണ്ട് അങ്ങനെ നിൽക്കും. കുറെ നേരം കഴിഞ്ഞ് അമ്മ പറയും നമുക്ക് പോവാന്ന് പറയും. ഞാൻ പറയും ഒരു ദിവസം കൂടി എന്ന് പറയും. പക്ഷെ എന്നാലും പറയില്ലേ നമുക്ക് ഇന്ന് വൈകുന്നേരം പോകണം അല്ലെങ്കിൽ നാളെ പോകണം എന്ന് പറയും. എനിക്ക് അപ്പൊ ഭയങ്കര വിഷമാട്ടോ. കാരണം പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവിടെ ഒന്നുമില്ല. വീട്ടിൽ പോയാൽ സാധാരണ പോലെ തന്നെ ചെറിയ ആ ഒരു എന്താ പറയാ, ടൗണിൽ വീട് അറിയാലോ, ഒരുപാട് സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വിടത്തൂല്ല. എന്റെ അമ്മയാണ് എന്നെ കളിക്കാൻ ഒരു സ്ഥലത്ത് വിടത്തില്ല. തൊട്ടപ്പുറത്തൊക്കെ പിള്ളേരുണ്ട്, പക്ഷെ ഞങ്ങളെ എങ്ങും വിടത്തില്ല. ഞങ്ങളെ മീൻസ് അന്ന് ഞാൻ മാത്രമേ ഉള്ളൂ, എന്നെ എങ്ങോട്ടും വിടത്തില്ല. അമ്മയുടെ മുഖത്ത് നോക്കി ഞാനിങ്ങനെ ഇരിക്കണം. കാരണം ഈ വീട്ടിൽ ഒരു കളിപ്പാട്ടം പോലും ഇല്ല. കളിപ്പാട്ടങ്ങളൊന്നും മേടിച്ചു തരുന്ന പരിപാടിയൊന്നും എന്റെ വീട്ടിലില്ല. പള്ളിപ്പെരുന്നാളിനോ അല്ലെങ്കിൽ എല്ലാ ഉത്സവത്തിന് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു ബലൂൺ മേടിച്ചു തരുമായിരിക്കും. അതിൽ കൂടുതൽ കളിപ്പാട്ടങ്ങളൊന്നുമില്ല. സാധാരണ എല്ലാ കുട്ടികളുടെ വീട്ടിൽ കളിക്കാനുള്ള പാവകള് അങ്ങനെയൊക്കെ ഉണ്ടാവും. എൻ്റെ വീട്ടിലൊരു സാധനവും ഇല്ല. പിന്നെ ഞാൻ എന്തായിരുന്നു ആ ചെറുപ്പത്തിൽ ചെയ്യേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിക്കും. എന്ത് ചെയ്യാനാ ഞാൻ? അമ്മയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ എത്ര നേരം ഇരിക്കാൻ പറ്റും? അപ്പൊ എനിക്ക് കൊതിയായി ഇങ്ങനെ കൂടെ അപ്പുറത്തുള്ള പിള്ളേരോടെ കളിക്കാനും ഒക്കെ, അവര് വീട്ടിൽ പോകാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ അമ്മ എങ്ങോട്ട് വിടത്തില്ല. ഞാൻ വീടിന്റെ പുറത്തോട്ടൊരു സ്റ്റെപ്പ് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അപ്പം അമ്മ വിളിക്കും എൻ്റെ പേരും പറഞ്ഞ. എനിക്കന്ന് ദേഷ്യം വരും സത്യം പറഞ്ഞാൽ. എന്നിട്ട് ഞാൻ ചേച്ചി തന്നെ ഇരുന്നിട്ട് മണ്ണ് വാരി കളിക്കും. മണ്ണ് വാരി കളിച്ചാലും എൻ്റെ അമ്മ നല്ല അടി തരും കേട്ടോ. അതായത് ചിരട്ടയിൽ ഇങ്ങനെ വെച്ചിട്ട് മണ്ണിങ്ങനെ ഇട്ടിട്ട് അപ്പം ഇങ്ങനെ തിരിച്ചിടുമ്പോ ഇങ്ങനെ അപ്പത്തിന്റെ ചീപ്പ് വരത്തില്ലേ, അങ്ങനെയൊക്കെ കളിക്കും. പക്ഷെ എന്നോലും എൻ്റെ അമ്മ തല്ലു കേട്ടോ. കാരണം മണ്ണ് വാരി കളിച്ചാൽ ഞാൻ നാളത്തിന്റെ ഇടയിൽ പോകുന്നു പറഞ്ഞാൽ അടിക്കും. അപ്പൊ എനിക്ക് നല്ല കലി ഇളകും കേട്ടോ. കാരണം ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ ചെറിയ കുട്ടി, ഞാൻ എന്തെടുക്കാൻ പറ്റും? പിന്നെ വീട്ടില് എനിക്കാണെങ്കിൽ അന്നൊന്നും ചില ദിവസങ്ങൾ വെക്കേഷൻ അല്ലേ, അപ്പൊ എങ്ങോട്ട് പോകേണ്ടി വരത്തില്ലേ, സ്കൂളിൽ പോകേണ്ടി ഇങ്ങനെ ഇരിക്കുമല്ലേ, നമ്മള് പിന്നെ എന്തെടുക്കാൻ പറ്റും? എങ്ങോട്ട് വിടത്തില്ല. ബാക്കി എല്ലാ കുട്ടികളും ഇങ്ങനെ അർമാദിച്ച് നടക്കുമ്പോൾ ഞാൻ മാത്രം വീട്ടിൽ ഇതിങ്ങനെ വേലിക്കുന്നത് ഇങ്ങനെ നോക്കി കാണാൻ മാത്രം എനിക്ക് പറ്റത്തുള്ളൂ. മാത്രമല്ല ഇങ്ങനെയുള്ള കുട്ടികളെ ഉണ്ടല്ല, നമ്മൾ ആ കുട്ടികളോട് കൂടാൻ ചെല്ലുമ്പോൾ അവരുടെ വീട്ടിലുള്ളവരൊക്കെ പറയും അയ്യോ ഇപ്പൊ തന്നെ മോളുടെ അമ്മ വിളിക്കും, പൊയ്ക്കോ എന്ന് പറയും. അപ്പൊ നമുക്കങ്ങ് വല്ലാത്തൊരു ദേഷ്യം വരും നമ്മുടെ വീട്ടുകാരോട് കേട്ടോ. എനിക്ക് അന്ന് ശരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതൊക്കെയാണ് എൻ്റെ കുട്ടിക്കാല ഓർമ്മകൾ. എനിക്ക് ആകെ ഇഷ്ടം എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകാനായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചില ദിവസങ്ങളിലൊക്കെ എന്നെ അവിടെ നിർത്തിയിട്ട് പോകും. അപ്പൊ നല്ല രസമാണ്. ഞാൻ നിർത്തിയിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് നല്ല രസമാണ്. കാരണം എനിക്ക് ആരെയും നോക്കണ്ട, അമ്മ വീട്ടിലുണ്ടെന്നുള്ള പേടിയും വേണ്ട. കാരണം എനിക്ക് ഇഷ്ടമുള്ളവളെ തുള്ളിച്ചാടി നടക്കാതെ കൂടെയൊക്കെ നല്ല രസമായിരുന്നു അത്. എന്തെങ്കിലും ഒന്ന് പറയാൻ നേരത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ. തന്റെ കുട്ടിക്കാല ഓർമ്മകൾ പറയും. ഇയാളുടെ കുട്ടിക്കാല ഓർമ്മകളൊന്നും ഉണ്ടാവില്ല ഇയാൾക്ക് പറയാൻ. എന്റെ കുട്ടിക്കാലം നല്ല രസമുള്ള കുട്ടിക്കാലായിരുന്നു. നല്ല രസം, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ വലുതായി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ബുക്കുകളൊക്കെ വായിക്കാൻ തുടങ്ങി. ഒരു 7-8 ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നല്ലതായിട്ട് ബുക്കുകളൊക്കെ വായിക്കുമായിരുന്നു. വായനശാലയിൽ മെമ്പർഷിപ്പൊക്കെ എടുത്ത്. അപ്പം ശരിക്കും നേരം പോക്കും കാര്യങ്ങളൊക്കെ, കാരണം കൂടുതൽ ബുക്ക് വായിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഫോണില്ലാത്തൊരു കാലഘട്ടം കേട്ടോ അത്. ഫോണൊന്നുമില്ല. വലിയ ആൾക്കാർക്ക് ഫോണൊക്കെ ഉണ്ടാവും, വീട്ടില് ഫോണ് അങ്ങനെയൊക്കെ ഉണ്ടാവും. മൊബൈൽ ഫോണും ഇല്ല. മൊബൈൽ ഫോണൊന്നും ഇറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മളൊക്കെ പാവപ്പെട്ടവരല്ലേ, ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് വാങ്ങിക്കാനുള്ള പൈസയോ കാര്യങ്ങളോ അന്ന് ആവശ്യമില്ല. ആരെയും വിളിക്കാനില്ല നമുക്ക്. ഇല്ല, മൊബൈലില്ല. ഇപ്പൊ നമ്മൾ മേടിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഫോണില്ലേ, നല്ല രസമായിരുന്നു. പിന്നെ നമ്പർ നമ്മുടെ മാത്രമേ ഉള്ളൂ, വേറെ ആരും വിളിക്കാൻ. എന്റെ വീട്ടിൽ ഒരു എന്റർടൈൻമെന്റും ഇല്ല, TV ഇല്ല. അപ്പൊ 2 ദിവസമൊക്കെ നിന്ന് കഴിയുമ്പോ അമ്മ പറയും പോവാന്ന് പറയും. അപ്പൊ ഞങ്ങള് വീട്ടിലോട്ട് തിരിച്ചു പോവാം. അന്നേരം എന്റെ അമ്മൂമ്മ ഞാൻ പറഞ്ഞല്ലോ അവിടെ കലങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞിട്ട് ചെറിയ കുട്ടി കലങ്ങളുണ്ടല്ലോ അതൊക്കെ ചെയ്തു തരും കേട്ടോ. ചെറിയ 2 കുഞ്ഞു കലങ്ങള്, പിന്നെ ചെറിയ ചീൻചട്ടി, അതെല്ലാം ചെയ്തു തന്നിട്ട് ഞങ്ങള് അതും കൂടി മേടിച്ചിട്ടാണ് വീട്ടിൽ പോവാ.
എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ തീയൊക്കെ കൂട്ടിയിട്ട് ചെറിയ കല്ലൊക്കെ വെച്ചിട്ട് ഞാൻ അരിയൊക്കെ കുറച്ച് വീട്ടിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുവന്ന് അരിയൊക്കെ അടുപ്പത്തിടും. അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതാകുമ്പോൾ തന്നെ ഇരുന്ന് കളിക്കാനായിട്ട് അവർക്ക് എല്ലാവർക്കും അറിയാം എന്നെ അങ്ങോട്ട് വിടത്തില്ല കളിക്കാനോന്നൊന്നും. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കളിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി തന്നിട്ടാണ് വിടുക. അപ്പോൾ അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ട് അതെല്ലാം ചെയ്യും. വീട്ടിൽ ചെറിയൊരു പച്ചക്കറിയൊക്കെ എടുത്ത് നന്നാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ എടുത്ത് തീ കൂട്ടിയിട്ട് ഇങ്ങനെ അതിനകത്ത് പാകമൊക്കെ ചെയ്യാൻ നോക്കുമായിരുന്നു. അന്ന് അറിയൊന്നുമില്ല, പക്ഷെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുക്കാനും അമ്മ സമ്മതിക്കത്തില്ല. അപ്പം ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പപ്പടം എന്ന് പറഞ്ഞാൽ ഈ ഉണങ്ങിയ ഇലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിച്ച് പപ്പടമാന്ന് പറയും. അതുപോലെ ഇലയൊക്കെ പറിച്ചിട്ട് അത് കാശാന്നൊക്കെ പറഞ്ഞ് കളിക്കും. അതുപോലെ മണ്ണൊക്കെ വാരി ഇങ്ങനെ ഇട്ടിട്ട് ചരലുണ്ടല്ലോ അത് വാരിയിട്ട് പറയും അത് ചോറാണ് എന്നൊക്കെ ഇങ്ങനെ സങ്കല്പിച്ചിട്ട് കളിക്കുക. അങ്ങനത്തെ ഒരു ഇത് ഒറ്റയ്ക്കിരുന്ന് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ചില സമയത്ത് ആ ചട്ടിയൊക്കെ പൊട്ടി പോകട്ടോ. അപ്പം പിന്നെ ഒന്നുമില്ല കളിക്കാൻ. കാരണം ഒരുപാട് കളിപ്പാട്ടങ്ങൾ, ഒരുപാടെന്നല്ല ഒട്ടും കളിപ്പാട്ടം മേടിച്ചു തരത്തില്ലായിരുന്നു. എനിക്ക് എൻ്റെ ഓർമ്മയിൽ എൻ്റെ അമ്മാവും വാങ്ങിച്ചെന്നാണോ എവിടെന്നോ കിട്ടിയതാണെന്ന് തോന്നുന്നു. ആ ഒരു കളിപ്പാട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ആമയുടെ പുറത്ത് മുയലിരിക്കുന്ന ഒരു കളിപ്പാട്ടം, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ, അത് പ്ലാസ്റ്റിക്കും അല്ല, എന്തോ റബ്ബർ പോലത്തെ ഒരു കളിപ്പാട്ടം. അത് ഒരിക്കലും നശിച്ചു പോകത്തില്ല എൻ്റെ മെറ്റീരിയൽ വൈസ്. അപ്പോൾ ആ ഒരു കളിപ്പാട്ടം മാത്രമേ എൻ്റെ ഓർമ്മയിൽ ഉണ്ടായുള്ളൂ. വേറെ ഒരു കളിപ്പാട്ടവും എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ എല്ലാ കാലത്തും ഒരു പാവയെ മേടിച്ചു തന്നായി. പിന്നെ അതല്ലെങ്കിൽ എന്തെങ്കിലും ബലൂൺ മേടിച്ചു തന്നാൽ, അത്ര ബലൂണൊക്കെ എന്തോ ഒരു നേരമുണ്ട്, മേടിച്ചും കൂടെ കൊണ്ടുവരുമ്പോൾ തന്നെ പൊട്ടിപ്പോകും. അപ്പോൾ കളിപ്പാട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആരും കൂടെ കളിക്കാനും വിടത്തില്ല. കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ബുക്കൊക്കെ എടുത്ത് വായിക്കുക, അതാവും എൻ്റർടൈൻമെൻറ്റ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ റേഡിയോ ഒന്നുമില്ല. തൊട്ടപ്പുറത്ത് എൻ്റെ വെല്ലിച്ചൻ്റെ വീട്ടിൽ റേഡിയോ ഉണ്ട്. അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കേൾക്കാം. അപ്പം ഞാൻ പോയി നിന്നത് കേൾക്കും. നല്ല ഇഷ്ടം എനിക്ക് പാട്ടൊക്കെ കേൾക്കാനായിരുന്നു അന്ന്. പിന്നെ ഓർമ്മകളെന്ന് പറഞ്ഞാൽ വീട്ടിൽ ടി വി ഉണ്ടായിരുന്നു. എനിക്കൊരു 6-7 വയസ്സ് 8 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഒരു 14 ഇഞ്ചിൻ്റെ ടി വി മേടിച്ചു. അപ്പം അച്ഛനെ ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചാണ് ടി വി. അപ്പം അമ്മ അപ്പോഴും പറയുന്നുണ്ട് അന്ന് സ്വർണ്ണത്തിന് എങ്ങാണ്ട് 3000 രൂപ എങ്ങാണ്ടുള്ളൂ. ഒരു പവൻ്റെ മാല മേടിക്കായിരുന്നു. എന്തിനാണ് അത് ടി വി മേടിച്ചതെന്ന് പറഞ്ഞാൽ അന്ന് ഒത്തിരി ചീത്ത അച്ഛനെ പറഞ്ഞായിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷെ ടി വി മേടിച്ചിട്ടും കാര്യമൊന്നുമില്ല. ദൂരദർശനിൽ ചെറിയ നേരത്തെയൊക്കെ പരിപാടി ഉണ്ടാവുള്ളൂ. പിന്നെ ബാക്കി ഡൽഹി റിലേ എന്ന് പറഞ്ഞാൽ ഹിന്ദി പരിപാടി. അപ്പോൾ ഒന്നെങ്കിൽ വാർത്തയായിരിക്കും, അതല്ലെങ്കിൽ എന്താ പറയുക കഥകളിയോ അതൊക്കെയാണത്. അതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. എനിക്കതൊന്നും ഇഷ്ടമല്ലായിരുന്നു. അന്ന് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല അതൊന്നും. അപ്പോൾ അത് ഓഫ് ചെയ്തിടും. അപ്പോൾ എനിക്കൊന്ന് 1/2 മണിക്കൂർ അങ്ങനെ ചിത്രഗീതം ഉണ്ടായിരുന്നു വെള്ളിയാഴ്ചയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊക്കെയാണ് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വലുതായപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബുക്കുകളെല്ലാം വായിക്കും. ബുക്കുകളൊന്നും വീട്ടിൽ വരുത്തത്തൊന്നുമില്ല. നമ്മൾ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് അത് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കണ സമയത്ത്, കാരണം സ്കൂളിൽ തന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. അങ്ങനെ മെമ്പർഷിപ്പ് എടുത്ത് കുറേ ബുക്കുകളെല്ലാം വായിക്കുമായിരുന്നു. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ബുക്കുകൾ വാങ്ങിക്കുമായിരുന്നു. എന്താ പറയുക, ബഷീറിൻ്റെ ബുക്കുകൾ, എനിക്കിഷ്ടമുള്ള കുറേ ബുക്കുകളുണ്ടായിരുന്നു. മാധവിക്കുട്ടിയുടെ ബുക്കുകൾ എനിക്കിഷ്ടമായിരുന്നു വായിക്കാൻ. അതുകൊണ്ട് തന്നെ വായനയായിരുന്നുകൊണ്ട് തന്നെ കുറച്ചുകൂടെ എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ കേട്ടോ. എന്താ പറയുക, സാധാരണ കുട്ടികളെക്കാളും കുറച്ചുകൂടെ ബുദ്ധിയുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ. എന്താ ചെയ്യാൻ പാടില്ലാത്ത, എന്താ ചെയ്യേണ്ടത് ഒക്കെ എനിക്കറിയായിരുന്നു. അതുകൊണ്ട് പിന്നെ വീട്ടിൽ അമ്മേനെ സഹായിക്കും. 7ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു വേറെ വീഡിയോസിലൊക്കെ. 7ാം ക്ലാസ്സിൽ എത്തി കഴിഞ്ഞപ്പോൾ വീട്ടുപണി എല്ലാം അമ്മ അങ്ങോട്ട് ഏൽപ്പിച്ചു തന്നു. ഞാൻ അതെല്ലാം ചെയ്യും. അങ്ങനെ പിന്നെ നേരം ഇല്ലാണ്ടായി. നേരം പോക്കാൻ പോയിട്ട് ഒന്നിനും നേരം ഇല്ലാണ്ടായി. അങ്ങനത്തെ ഒരു കുട്ടിക്കാലമായിരുന്നു എന്ത്. നിങ്ങളുടെ കുട്ടിക്കാലത്തെ കുറിച്ച് എന്താ നിങ്ങളുടെയൊക്കെ ഓർമ്മ ഒന്ന് പറയണേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു. ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഇതിപ്പോൾ ഒരു 5:30 ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് കണ്ടപ്പോൾ എനിക്കൊക്കെ നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് തോന്നി. എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കി ആകാശമൊക്കെ കാണാൻ. എനിക്കിത് ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് ഇഷ്ടം. ഒരുപാട് വെയിലില്ലാത്ത, ഒരുപാട് മഴയില്ലാത്ത ഇങ്ങനത്തെ ഒരു ഇത്. അതിൽ നല്ല മഴയുള്ള കാലഘട്ടം, എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കും ലൈക്ക് അടിക്കുന്നവർക്കും ഡിസ്ലൈക്ക് അടിക്കുന്നവർക്കും എല്ലാവർക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ ടാറ്റാ ബൈ. ഓക്കെ, സീ യു.